Okay, hello dear students. Welcome to another class of our mathematics. Today we are going to discuss the previous section of probability. In നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന +1 ലാസ്റ്റ് ചാപ്റ്റർ നമ്പർ 16 പ്രോബബിലിറ്റിയിലെ കോൺസെപ്റ്റുകളും അതിൽ കഴിഞ്ഞ 5 വർഷത്തിൽ ചോദിച്ചിരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് പബ്ലിക് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് വീഡിയോസ് നമ്മൾ അതിലിങ്ങനെ പാസ് ചെയ്ത് തുടങ്ങിയല്ലേ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ. അപ്പോൾ അതുമായി ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യം ഈ പ്രോബ്ലത്തിൽ ആകെയുള്ള കൺസെപ്റ്റുകൾ ആകെ നിങ്ങൾക്ക് അറിയേണ്ടത് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് വൺ റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെരിമെന്റ് ആണ്, പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നുള്ളതാണ്. എക്സ്പെരിമെന്റ് ആണ്, പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോസിബിൾ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു കോയിൻ ടോസ് ചെയ്തു. ആ കോയിൻ ടോസ് ചെയ്തപ്പോൾ ഒരുപാട് ഔട്ട്കമ്മുകൾ വരും, ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ടുകൾ ഉണ്ട്. ഹെഡ് ആവാം, ടെയിൽ ആവാം, അല്ലെ? പക്ഷെ അതിൽ ഏതാണ് വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോസിബിൾ അല്ല. അങ്ങനെയുള്ള എക്സ്പെരിമെന്റിനൊക്കെ നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് വിളിക്കാം. ഇനി റാൻഡം എക്സ്പെരിമെന്റിൽ വരാനുള്ള ചാൻസുകളെ മുഴുവനായിട്ട് എഴുതുകയാണെങ്കിൽ അവിടെ ഒരു വലിയ സെറ്റ് ഉണ്ട്. ആ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ പ്രോബബിലിറ്റിയിൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പിൾ സ്പേസിനെയാണ്. പ്രോബബിലിറ്റിയിൽ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ, സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇവന്റ്. സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്കം. ഓക്കെ, സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്കം, ഇവന്റ് എന്നൊക്കെയാണ് വിളിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ലെറ്റ് എ കോമ ബി ബി ദ ഇവന്റ്സ്. ഇത് രണ്ട് ഇവന്റുകളാണെങ്കിൽ ആൻഡ് യെസ് ബി ദ സാമ്പിൾ സ്പേസ് യെസ് എന്ന് പറയുന്നത് ഒരു സാമ്പിൾ സ്പേസ് ആണെങ്കിൽ ജനറലി നമുക്ക് പറയാം എ കോമ ബി ആർ ദ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയാം. കാരണം ഇവന്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് എന്നാണ് പറയാം. ഇവന്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. ഓക്കെ അല്ലെ? ഇവന്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. രണ്ട് ഇവന്റ് എപ്പോഴാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയാം? നമ്മൾ സെറ്റിൽ പറഞ്ഞതാണ് ഡിസ്ജോയിന്റിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഇവന്റ്സ് തമ്മിൽ ഇന്റർസെക്ഷൻ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? നൾ സെറ്റ് അഥവാ ഫൈ കിട്ടി, അല്ലെങ്കിൽ 0 കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള രണ്ട് ഇവന്റുകളെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്നാണ് അതിനെ വിളിക്കുക. റെഡി അല്ലേ? അടുത്തത് മ്യൂച്വലി എക്സോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവന്റുകളെ നമുക്ക് തന്ന ഇവന്റ് എത്രയാണോ ആ രണ്ട് ഇവന്റുകൾ നമ്മൾ എന്ത് ചെയ്തു? യൂണിയൻ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാമ്പിൾ സ്പേസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇവന്റുകളെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി എക്സോസ്റ്റീവ് ഇവന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അടുത്ത കൺസെപ്റ്റ് ആണ് പ്രോബബിലിറ്റി. ഇത്രയാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ എന്ന് പറയുന്ന ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അതെടുക്കുക, ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഈ ഔട്ട്കം, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് ആണ് കേട്ടോ. അതായത് സാമ്പിൾ സ്പേസിലെ എലമെന്റ്സിന്റെ എണ്ണമാണ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഇനി സെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമുക്ക് അറിയാണ്ട് നോക്കിക്കോട്ടോ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, എ കോമ ബി ബി ടു ഇവന്റ്സ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി, ഈ സംഭവം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി നമ്മൾ സെറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. യൂണിയൻ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓർ ആണ്, ഇന്റർസെക്ഷൻ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൻഡ് ആണ്. നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ?
ആൻഡ് ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്ന കണ്ടീഷൻ പെർമ്യൂട്ടേഷനിലാണെങ്കിൽ നിങ്ങൾ പ്ലസ് ആക്കുക, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻറ്റു ആണെന്ന് പെർമ്യൂട്ടേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഒരു ഫോർമുല ഉണ്ടാവുമല്ലോ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. റെഡി? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് സൂചിപ്പിച്ചാൽ അതിന്റെ മീനിങ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. That is denoted as not A is denoted by probability of A complement. Not A നെ denote ചെയ്യൽ എങ്ങനെയാണ്? Probability of A complement എന്ന രൂപത്തിലാണ്. റെഡി അല്ലേ? അടുത്തത് probability of A and not B. A and not B. Probability of A and not B അല്ല എന്നുണ്ടെങ്കിൽ probability of only A. Probability of only A not B എന്നുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി കോംപ്ലിമെന്റ്. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി കോംപ്ലിമെന്റ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ ഫോർമുലകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. സെറ്റിലും നമ്മൾ ഇതേ ഫോർമുല തന്നെയാണ് ഡിസ്കസ് ചെയ്യുക. ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് സെറ്റും പ്രോബബിലിറ്റിയും തമ്മിൽ കണക്ഷൻ വന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയ കുറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് സെറ്റും റിലേഷനും ആയിരുന്നു കണക്ഷൻ. ഇപ്പോൾ സെറ്റും പ്രോബബിലിറ്റിയും കണക്ഷൻ തുടങ്ങി. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. ഇതെങ്ങനെ ഡിനോട്ട് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആൻഡ് ദെൻ ബി കോംപ്ലിമെന്റ്. That becomes probability of De Morgan's law ആണ് ഈ പറയുന്നത്. De Morgan's law A intersection A complement intersection B complement എന്ന് പറഞ്ഞാൽ A union B whole complement. That becomes 1 minus P of A union B. ഓക്കെ, ഇത് സൂചിപ്പിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് A complement intersection B complement. ഓക്കെ ആണ്, നോക്കട്ടോ. സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി. നെയ്തർ എ ഓർ ബി എന്നൊക്കെ പറയും. നെയ്തർ എ ഓർ ബി അതായത് നോട്ട് എ നോട്ട് ബി. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എത്ര ഫോർമുലകൾ സെറ്റുമായി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യാൻ. ഇത്ര പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇത്ര സിമ്പിളായ റിസൾട്ടുകൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇതിലെ എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാം. പിന്നീട് ഇവിടെ വരുന്നത് സെലക്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. സെലക്ഷൻ നോക്കൂ, സെലക്ഷൻ സെലക്ഷൻ അഥവാ കോമ്പിനേഷൻ. കോമ്പിനേഷൻ ലെറ്റ് സ്മോൾ n be the number of objects taking r at a time, that is NCR. R എടുക്കുകയാണ്, ടോട്ടൽ n ഉണ്ട്, that is equal to n factorial divided by n minus r factorial into r factorial. ഇതാണ് ഇവിടെയുള്ള കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഒന്നിൽ കൂടുതൽ കാർഡുകൾ എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഏറ്റവും വലിയ റാൻഡം എക്സ്പെരിമെന്റുകളാണ്. ഫസ്റ്റ് വൺ കോയിൻ ടോസിങ്. കോയിൻ ടോസ് ചെയ്യുന്നത്. ഓക്കെ, കോയിൻ 1 ടൈം 2 ടൈം 3 ടൈം. 1 ടൈം യൂസ് ചെയ്താൽ 2 സാമ്പിൾ സ്പേസ് എലമെന്റ്സ്, 2 ടൈം ആണെങ്കിൽ 2 സ്ക്വയർ, 3 ടൈം ആണെങ്കിൽ 2 ക്യൂബ്, n ടൈം ആണെങ്കിൽ 2 റൈസ് ടു n. ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. രണ്ടാമത്തത് ഡൈ റോളിംഗ്. ഡൈ റോൾ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 6 റൈസ് ടു 1 ടൈം, 6 സ്ക്വയർ 2 ടൈം, 6 റൈസ് ടു n ടൈംസ്. ഓക്കെ അല്ലേ? ഇനി പ്ലേയിങ് കാർഡ്, മൂന്നാമത്തെ ഒരു മോഡലാണ് പ്ലേയിങ് കാർഡ്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ. പ്ലേയിങ് കാർഡ് അടുത്ത മോഡൽ നോക്കാം. പ്ലേയിങ് കാർഡ്
ഈ പ്ലേയിങ് കാർഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്ലേയിങ് കാർഡില് നമ്മൾ ചിലപ്പോൾ പ്ലേയിങ് കാർഡ് കളിക്കാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ പറയാം അവിടെ 54 കാർഡുകൾ ഉണ്ട് എന്നൊക്കെ പറയും. 54 കാർഡുകൾ ഉണ്ടെങ്കിൽ അവിടെ ഉള്ള 2 കാർഡുകൾ ജോക്കറാണ്. ആ 2 ജോക്കർ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 52 പ്ലേയിങ് കാർഡ്സ് ആണ്. ഈ 52 പ്ലേയിങ് കാർഡ്സ് 4 സ്യൂട്ടുകളായിട്ടാണ് 52 പ്ലേയിങ് കാർഡിനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 4 സ്യൂട്ട്സ്. ഫസ്റ്റ് വൺ ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്, സ്പേഡ്. ഓക്കെ അല്ലെ? ഈച്ച് സ്യൂട്ട് കണ്ടെയ്ൻ 13 കാർഡ്സ്. ഈച്ച് സ്യൂട്ട് കണ്ടെയ്ൻ 13 കാർഡ്സ്. ഓരോ സ്യൂട്ടിലും 13 കാർഡ്സ് വീതമുണ്ട്. എല്ലാ സ്യൂട്ടിലെയും ആദ്യത്തെ കാർഡിന്റെ പേര് എയ്സ്. ഇത് ഓർത്തിരിക്കണം കേട്ടോ, ആദ്യത്തെ കാർഡിന്റെ പേര് എയ്സ്. ഓക്കെ അല്ലെ? ഇതിലെ ഈ 2 സെറ്റുകൾ ബ്ലാക്ക്, ഈ 2 സെറ്റ് റെഡ്. ഓക്കെ, അപ്പൊ എത്ര റെഡ് ഉണ്ട്? 26 റെഡ്, ദെൻ 26 ബ്ലാക്ക്, ഫൈനലി 52. ഓക്കെ, നോക്കട്ടോ, ഇതാണ് പ്ലേയിങ് കാർഡിന്റെ സെറ്റ് ഉള്ളത്. ഇതാണ് പ്ലേയിങ് കാർഡിന്റെ സെറ്റ് വരുന്നത്. ഇനി ബാക്കി നമ്പേർഡ് കാർഡ് 2, 3, 4 എക്സെട്ര. ജാക്ക്, കിങ്, ക്യൂൻ. ജെ ഫോർ ജാക്ക്, കെ ഫോർ കിങ്, നെക്സ്റ്റ് വൺ ക്യൂൻ എക്സെട്ര. ഇങ്ങനെ വന്നു ജാക്ക്, കിങ്, ക്യൂൻ. അപ്പോ ഈ കാണുന്ന ഡയമണ്ടിലെയും ആർട്ടിലെയും ജാക്ക്, കിങ്, ക്യൂനൊക്കെ എന്ത് കളറാണ്? റെഡ് കളറാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് എയ്സ് കഴിഞ്ഞ് ഇങ്ങനെ വന്നു ജാക്ക്, കിങ്, ക്യൂൻ. ബ്ലാക്ക് ജാക്ക്, ബ്ലാക്ക് കിങ്, ബ്ലാക്ക് ക്യൂൻ. അടുത്തത് എക്സെട്ര ജാക്ക്, കിങ്, ക്യൂൻ. ഓക്കെ അല്ലെ? ഇതാണ് പ്ലേയിങ് കാർഡിന്റെ സെറ്റ് വരുന്നത്. ഇതാണ് പ്ലേയിങ് കാർഡിന്റെ സെറ്റ് വരുന്നത്. ഇനി നോട്ട് ചെയ്യേണ്ട പോയിന്റ് ജെ, കെ, ക്യൂ. ഈ കാർഡുകൾ നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്നത് ഫേസ് കാർഡുകൾ എന്നാണ്. ഇതിനെ വിളിക്കാൻ നമ്മൾ എന്താണ്? ഫേസ് കാർഡുകൾ എന്നാണ് ഇതിനെ നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുക. ഓക്കെ അല്ലെ? അത് കഴിഞ്ഞാൽ ജാക്ക്, കിങ്, ക്യൂൻ ആൻഡ് എയ്സ്. ഈ കാർഡുകൾ നമ്മൾ വിളിക്കുന്ന പേര് നെയിംഡ് കാർഡ് എന്നാണ്. ഇതിന് വിളിക്കുന്ന പേരെന്താണ്? നെയിംഡ് കാർഡ്സ്. നെയിം ഉണ്ട്, അതുകൊണ്ട് അതിന് നെയിം കാർഡ് എന്ന് വിളിച്ച്. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റിയിൽ നിങ്ങൾക്ക് ആകെ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരുന്ന ഇതിലെല്ലാ പ്രോബ്ലംസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ആക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കൂ. 2016 മാർച്ചിലെ ഇൻ എ റാൻഡം എക്സ്പെരിമെന്റ് 6 കോയിൻ ടോസ്ഡ് സൈമിൾട്ടേനിയസ്ലി. എത്ര കോയിനാണ് ടോസ് ചെയ്യുന്നത്? 6 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ് അല്ലെങ്കിൽ ഇവന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിൽ ഉണ്ടാവുന്ന എലമെന്റ്സ് എത്രയാണ്? 2/6 അല്ലേ? 2/6. റെഡി. അടുത്തത് ഗിവൺ ദാറ്റ്. രണ്ടാമത്തെ പ്രോബ്ലം നോക്കൂ. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 0.5. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.6. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.3. ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. പ്രോബബിലിറ്റി ഓഫ് എ, ഇവിടുന്ന് എല്ലാം ഓരോന്നോരോന്നായി കണ്ടെത്താട്ടോ. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആദ്യം കണ്ടെത്താൻ പറഞ്ഞേ. Probability of A complement എന്ന് പറഞ്ഞാൽ 1 minus probability of A, that becomes 1 minus probability of A എന്ന് പറഞ്ഞാൽ 0.1 minus 0.5, that becomes 0.5. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് കണ്ടെത്താൻ പറഞ്ഞു. ബൈ ദ ഫോർമുല നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി. റെഡി അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ 0.5 പ്ലസ് 0.6 മൈനസ് 0.3, that is equal to 0.5 plus 0.6 എന്ന് പറഞ്ഞാൽ 1.1 minus 0.3, that is equal to 0.8. okay, that is equal to 0.8. okay, അടുത്തത് probability of a complement not a not b, probability of not a not b എന്നുള്ള മോഡൽ. അടുത്തത് that is probability of not a intersection not b. ഇതിനെ എങ്ങനെ എഴുതാം? probability of a union b whole complement, that becomes 1 minus probability of a union b, that is equal to 1 minus probability of a union b എന്ന് പറഞ്ഞാൽ 0.8, that is equal to 0.2. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആണ്. അടുത്തത് probability of a complement union b complement, probability of a complement union b complement. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് probability of a complement union b complement, that is equal to probability of a intersection b whole complement, that is 1 minus probability of a intersection b, that is equal to 1 minus probability of a intersection b എന്ന് പറഞ്ഞാൽ that is 0.3
ആൻസർ ബിക്കം 0.7. ഓക്കെ അല്ലേ? ഈസി അല്ലേ ആൻസർ? അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ക്വസ്റ്റ്യൻ ഫിനിഷ് ആയി. നെക്സ്റ്റ് ഇയറിലെ ഇംപ്രൂവ്മെന്റ് എക്സാം 2016 ഒരു ക്വസ്റ്റ്യനാ. ഇവിടെ നോക്കടാ, ഈ പി ഓഫ് എ കോംപ്ലിമെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പി ഓഫ് എ കോംപ്ലിമെന്റ് നമുക്ക് തന്നു. ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? റൈറ്റ് ദ വാല്യൂ ഓഫ് പി ഓഫ് എ. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ? റൈറ്റ് ദ വാല്യൂ ഓഫ് പി ഓഫ് എ. അപ്പൊ നോക്കുക, പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മൈനസ് പി ഓഫ് എ ആണെന്ന് അറിയാം. നമുക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 0.8 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് കൊടുത്തോ. 0.8 ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. ഇത് ഇങ്ങോട്ട് പോട്ടെ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു, ഈ പ്ലസ് അങ്ങോട്ട് പോയ 1 മൈനസ് 0. ദാറ്റ് ബിക്കംസ് 0.2. സിമ്പിൾ ആൻസർ അല്ലേ? അടുത്തത്, ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ്. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം കേട്ടോ. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻറ്, ഒരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോ n ഓഫ് ടോട്ടൽ ഇൻ ക്ലാസ്, ക്ലാസ്സിൽ ടോട്ടൽ 60 സ്റ്റുഡൻസ് ഉണ്ടെന്ന് സങ്കല്പിച്ചോ. 30 സ്റ്റുഡൻസ് ഫോർ NSS. അപ്പോ n ഓഫ് NCC ഈക്വൽ ടു 30 സ്റ്റുഡൻസ്. ദെൻ n ഓഫ് NSS equal to 32. Then 24 n of NCC and NSS, that is equal to n of NCC intersection NSS equal to 24. If one of the students is selected at random, find the probability that, ഒരു കുട്ടി നമ്മൾ സെലക്ട് ചെയ്തു, അപ്പൊ അവിടുത്തെ പ്രോബബിലിറ്റി the student selected for NCC or NSS. The probability that the students selected for NCC അല്ലെങ്കിൽ NSS ലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഡാറ്റയും തന്നിക്കണേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് NCC. ഇങ്ങനെ തന്നെ എഴുതി. പ്രോബബിലിറ്റി ഓഫ് NCC എന്ന് പറഞ്ഞാൽ ടോട്ടൽ NCC ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ്. ഇതാ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ്. NCCയിൽ എത്ര കുട്ടികളുണ്ട്? 30 ഡിവൈഡഡ് ബൈ 60. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് NCC എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ? ഇവിടെ തന്നത് ഒരിക്കലും തെറ്റിച്ച് എഴുതരുത്. ഇവിടെ തന്നതല്ല, കാരണം ഇവിടെ തന്നത് നമ്പർ ഓഫ് എലിമെന്റ്സ് ആണ്. നമ്പർ ഓഫ് എലിമെന്റ്സ് ഒരിക്കലും പ്രോബബിലിറ്റി അല്ല. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റ്സ് എന്നാണ്. നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റ്സ്. ഇവിടെ നമുക്ക് ഫേവറബിൾ ആയിട്ട് 30 ഡിവൈഡഡ് ബൈ ടോട്ടൽ 60 ഉണ്ട്. ഒരിക്കലും ഇവിടെ തന്നെ ആൻസർ എഴുതാൻ പാടില്ല. ഓക്കെ അല്ലെ? അടുത്തത് പ്രോബബിലിറ്റി ഓഫ് NCC കഴിഞ്ഞ് ഇനി NSS. n ഓഫ് NSS ഡിവൈഡഡ് ബൈ n ഓഫ് ടോട്ടൽ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ്. n ഓഫ് NSS ദാറ്റ് ഈസ് 32 ഡിവൈഡഡ് ബൈ 60. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെയും കൂടി കിട്ടണം നമുക്ക് അല്ലെ? പ്രോബബിലിറ്റി ഓഫ് NSS ആൻഡ് NCC ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് തന്നിട്ടില്ല. NSS ആൻഡ് NCC എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 60. യെസ്, ഇത് 3 വാല്യൂ കിട്ടി. ഇനി ഓരോ പ്രോബ്ലംസ് നോക്കാം. സ്റ്റുഡൻറ് സെലക്ടഡ് ഫോർ NCC ഓർ NSS. NCC ഓർ NSS അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ദ പ്രോബബിലിറ്റി ഓഫ് NCC ഓർ NSS ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് NCC അല്ലെങ്കിൽ NSS ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് NCC ഓർ NSS ഈക്വൽ ടു probability of NCC plus probability of NSS minus probability of NCC intersection NSS. ഓക്കെ അല്ലേ? എല്ലാ വാല്യൂസും ഗിവൺ ആണ്. പ്രോബബിലിറ്റി ഓഫ് NCC എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ 60 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് NSS 32 ഡിവൈഡഡ് ബൈ 60 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ദാറ്റ് ഈസ് 24 ഡിവൈഡഡ് ബൈ 60. ന്യൂമറേറ്റർ മാത്രം ഡിഫറെന്റ് ഉള്ളൂ, ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 30 പ്ലസ് 32 62 മൈനസ് 24 ഡിവൈഡഡ് ബൈ 60 ദാറ്റ് ഈസ് ഈക്വൽ 62ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ എത്രയായി? 62 മൈനസ് 20 ദാറ്റ് ഈസ് 42 മൈനസ് 4 ദാറ്റ് ഈസ് 38 ഡിവൈഡഡ് ബൈ 60. ഓക്കെ ആണ് നോക്കട്ടാ. 62ൽ നിന്നും 22 മൈനസ് ചെയ്താൽ 40ൽ നിന്ന് വീണ്ടും ഒരു 2 മൈനസ് ചെയ്താൽ 38 ഡിവൈഡഡ് ബൈ 60. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് പ്രോബബിലിറ്റി ഓഫ് NCC ഓർ NSS. probability of NCC or NSS. ഓക്കെ അല്ലേ?
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Students ask neither NCC or NSS. Neither NCC or NSS. NSS ഇല്ല, NCC ഇല്ല, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാ പ്രോബബിലിറ്റി ഓഫ് നെയ്തർ NCC or NSS. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? പ്രോബബിലിറ്റി ഓഫ് NCC കോംപ്ലിമെന്റ് യൂണിയൻ NSS കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, ഇവിടെ യൂണിയൻ അല്ല, അപ്പോൾ ഡി മോർഗൻസ് ലോ പറയുന്നത് NCC ഇന്റർസെക്ഷൻ NSS ഹോൾ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 1 minus probability of NCC intersection NSS. Okay അല്ലേ? That is equal to 1 minus 24 divided by 60 equal to 60 minus 24 divided by 60. That is equal to 60 minus 24 എന്ന് പറഞ്ഞാൽ 60 minus 20 40, that is 36 divided by 60. Okay അല്ലേ? 36 divided by 60. റെഡി ആണല്ലോ? Then students are selected neither NCC or NSS. NCC ഇല്ല, NSS ഇല്ലാത്ത കുട്ടികൾ. ഓക്കെ, അപ്പോൾ അടുത്തത് 2 dice are drawn at random. Find the probability of 2 dice drawn at random. 2 dice thrown ചെയ്യുമ്പോൾ എത്ര സാമ്പിൾ സ്പേസ് ഉണ്ട്? ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ കേട്ടോ. 2 dice drawn at random. Number of sample space. Sample spaceലെ elements. Number of sample space എന്ന് പറഞ്ഞാൽ that is 6 square. That becomes 36. Okay, that becomes 36. Probability of get doublet കിട്ടാനുള്ള probability നോക്കിട്ടോ. Probability of doublets, ആദ്യം doublets എഴുതി വെക്കാം. Doublets. That is doublets. Doublets വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ഞാൻ ഇവിടെ എങ്ങനെ എഴുതാം? ഡബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഉള്ളത് 1 1 2 2, അടുത്ത് 3 3, then 4 4, 5 5, 6 6. ഇതാണ് ഡബ്ലറ്റ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡബ്ലറ്റ്സ് ഈക്വൽ ടു, ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 ഡിവൈഡഡ് ബൈ അല്ലെ 6 ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിൽ ആകെയുള്ള എലമെന്റ്സ് 36. നമുക്ക് കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? 36 ഡിവൈഡഡ് ബൈ 6 കട്ടാക്കുമ്പോൾ 1/6. അടുത്തത് ഗെറ്റിംഗ് സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈ 8. സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈ ഈസ് 8. സം ഓഫ് ഡൈ ഈസ് 8. അപ്പോൾ ഉണ്ടാവുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എലമെന്റ്സ് എന്താ 6 2, ആദ്യം ഉണ്ടാവുന്നത് 1 5 1 2, ആദ്യം ഉണ്ടാവുന്നത് ഇങ്ങനെയല്ലേ 1 1 1 2 1 3 1 4 1 5 1 6 അങ്ങനെയല്ലേ പോവാ. അപ്പോൾ സമ്മ വരാനുള്ള ആദ്യത്തെ പ്രോബബിലിറ്റി 2 6, പിന്നെ 6 2 ഉണ്ടാവും അല്ലേ? 2 6 ഉണ്ടെങ്കിൽ 6 2 ഉണ്ടാവും. അടുത്തത് 3 5 5 3. നെക്സ്റ്റ് 1 4 4 2 6 6 2 2 6 3 5 5 3. ഇനി അടുത്ത വരുന്നത് യെസ് 1 2 3 4 5 6. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇവിടെ എത്ര ഉണ്ട്? 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 36 ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് സം 8. പ്രോബബിലിറ്റി ഓഫ് സം ഈസ് 8. ഓക്കെ അല്ലേ? അപ്പോൾ അത് റെഡിയായി. പ്രോബബിലിറ്റി ഓഫ് ഡൈസ്, നമ്പർ ഓഫ് ഡൈസ് ഈസ് 8. ഓക്കെ, അടുത്ത പ്രോബ്ലം ഇംപ്രൂവ്മെന്റ് എക്സാം 2017 ഒരേ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പി ഓഫ് എ തന്നിട്ടുണ്ട് 2/11. അപ്പോൾ പി ഓഫ് എ കോംപ്ലിമെന്റ് ഓഫ് 1 minus 2/11 ദാറ്റ് ഈസ് 9/11. ഓക്കെ അല്ലേ? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9/11. സിമ്പിൾ അല്ലേ? അടുത്തത് 4 cards drawn from a well shuffled pack of 52 cards. എത്ര കാർഡ് ഡ്രോൺ ചെയ്യുന്നുണ്ട്? 4 cards out of 52 cards. By combination. Question നോക്കണം കേട്ടോ. By combination 4 cards drawn from 52 cards. ഈ വെൽ ഷഫിൾഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യാണ്?
ഷഫിൾ ചെയ്ത മോഡലാണെന്ന് അർത്ഥം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് obtaining 3 diamonds and 1 spade? 3 diamonds and 1 spade. അപ്പോൾ പ്ലേയിങ് കാർഡുകളാണ്, പ്ലേയിങ് കാർഡ്സ്. അപ്പോൾ ഇതിൽ എത്ര സ്യൂട്ടുകളുണ്ട്? ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്, സ്പേഡ്, എല്ലാറ്റിലും 13 ഐറ്റംസ് ഉണ്ട് അല്ലേ? 13. ഇവിടെ നമ്മളോട് ചോദിച്ചത് ഒബ്റ്റൈനിങ് 3 ഡയമണ്ട് കാർഡാണ്. 3 ഡയമണ്ട് കാർഡാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നോക്കിക്കോട്ടോ, പ്രോബബിലിറ്റി ഓഫ് 3 ഡയമണ്ട് ഔട്ട് ഓഫ് 13 ഡയമണ്ട്സിൽ നിന്നും 3 ഡയമണ്ട്സ് കിട്ടണം. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് 1 സ്പേഡ് ഔട്ട് ഓഫ്, എത്ര സ്പേഡ് ഉണ്ട് ടോട്ടല്? എത്ര സ്പേഡ്? 13. ഓക്കെ അല്ലേ? ബൈ കോമ്പിനേഷൻ. കോമ്പിനേഷൻ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്പർ തന്നു, അതിൽ നിന്നും ഇത്ര സെലക്ട് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്? ഇത്ര സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് കോമ്പിനേഷൻ ആണ്. ദാറ്റ് ഈസ് n ഈക്വൽ ടു ടോട്ടൽ 52. n ഈക്വൽ ടു ടോട്ടൽ എലിമെന്റ് 52. നോക്കിക്കോട്ടോ, കറക്റ്റ് ആയി നോക്കിക്കോ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് 3 diamond and 1 spade. Probability of 3 diamond and 1 spade, that is equal to, ഇവിടെ എഴുതുന്നത് number of diamond into number of spade divided by total number of cards. എഴുതുന്നത് കറക്റ്റ് ആയി നോക്കിക്കോ. n of d, ഡയമണ്ടിൽ നിന്നും എത്ര ഡയമണ്ട് നമുക്ക് വേണം? 3 ഡയമണ്ട്സ്. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ 13. c, എത്ര ഡയമണ്ട് ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്? 3 ഡയമണ്ട്സ് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലെ? 3 ഡയമണ്ട്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡു. ഓക്കെ, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡു. അടുത്തത് 1 ഡയമണ്ട്. 13 ഡയമണ്ട് കാർഡുകളുണ്ട്, അതിൽ നിന്ന് 1 ഡയമണ്ട് എടുത്താൽ മതി. ഡിവൈഡഡ് ബൈ, ഓക്കെ അല്ലെ? 13c1 ഡിവൈഡഡ് ബൈ, ആകെ നമ്മുടെ കയ്യിൽ 52 കാർഡുകളുണ്ട്, അതിൽ നിന്ന് ഇപ്പൊ എത്ര എടുത്തു? ആദ്യം 3 ഡയമണ്ട് എടുത്തു, പിന്നെ വീണ്ടും എടുത്തു ഒരു നെക്സ്റ്റ് വൺ ഒരു സ്പേഡും കൂടി എടുത്തു. ടോട്ടല് 52ൽ നിന്നും 4 എണ്ണം കൺസിഡർ ചെയ്തു. ഓക്കെ ആണ്? നോക്കട്ടെ, പ്രോബബിലിറ്റി എഴുതി കറക്റ്റ് ആണ് നോക്കേ. പ്രോബബിലിറ്റി എഴുതി 13c3 ആൻഡ് 13c1 ഡിവൈഡഡ് ബൈ 52c4. അതാ c 3 എണ്ണം എടുത്തു, വീണ്ടും c 1 എടുത്തു, c 4 എടുത്തു. റെഡി അല്ലേ? ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല അതാ NCR എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇങ്ങനെയാണ്, n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഇൻറ്റു r. ഇങ്ങനെയല്ലേ പഠിച്ചു? ഇതിനിങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ നോക്കിട്ടോ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 13c3 എന്നല്ലേ, ഇതാ 13 ഇൻറ്റു 12 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 3ന്റെ ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഇൻറ്റു 13c1 എന്ന് പറഞ്ഞാൽ 13 ഫിനിഷ് ഡിവൈഡഡ് ബൈ 52c4 52 ഇൻറ്റു 51 ഇൻറ്റു 50 ഇൻറ്റു 49 ഓൾ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 ഇൻറ്റു 2. ഓക്കെ ആണല്ലോ? ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. ഇവിടെ ആൻസർ കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് കട്ടായി പോകണ്ടോ നോക്കാം. ഇത് രണ്ടും കട്ടായി, ദാറ്റ് ഈസ് 4ഉം 2ഉം കട്ടായി. ഇവിടെ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 13 ഇൻറ്റു 13 ഇൻറ്റു 11 ഇൻറ്റു 2 ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ കട്ടായി പോകണ്ടോ നോക്കൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 52 ഇൻറ്റു 4 കട്ടായി, ദാറ്റ് ഈസ് 13. ദെൻ നെക്സ്റ്റ് വൺ യെസ്, ഡിനോമിനേറ്ററിൽ ഉണ്ടാവുന്നത് 13 ഇൻറ്റു 51 ഇൻറ്റു 50 ഇൻറ്റു 49 ഓൾ ഡിവൈഡഡ് ബൈ 6. ഇതിനെ നേരെ തിരിച്ച് എഴുതാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 13 ഇൻറ്റു 11 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 51 ഇൻറ്റു 50 ഇൻറ്റു 49 ഇൻറ്റു 6. ഓക്കെ, 6 നേരെ ന്യൂമറേറ്ററിൽ എത്തി. ഇവിടെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ബിക്കംസ്, ഓക്കെ, ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.013 എന്നുള്ള ഒരു ആൻസറിൽ എത്തും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, ഓക്കെ, ഇംപ്രൂവ്മെന്റ് 2017. അടുത്ത ക്വസ്റ്റ്യൻ, മാർച്ച് 2018 one card is drawn at random from a pack of 52 cards. Find the probability that the card drawn is black. ഒറ്റ കാർഡാണ് എടുക്കുന്നത്. മാർച്ച് 2018 ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ കാർഡ് എടുക്കുന്നുള്ളൂ. വൺ കാർഡ് ഈസ് ഡ്രോൺ, ഓൺലി വൺ കാർഡ്. ഓക്കെ, അപ്പോ എഴുതിക്കോ. വൺ കാർഡ് ഈസ് ദ ഡ്രോൺ കാർഡ് ഈസ് ബ്ലാക്ക്. ടോട്ടൽ എത്ര ടോട്ടൽ
കാർഡുകളുണ്ട് 52. നമ്പർ ഓഫ് ബ്ലാക്ക് കാർഡുകൾ 26 ബ്ലാക്ക് കാർഡ് അല്ലേ നമ്മൾ പറഞ്ഞതല്ലേ, പ്ലെയിങ് കാർഡിന്റെ സെറ്റിൽ 26 ബ്ലാക്ക് കാർഡാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലാക്ക് കാർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കട്ടായി 1/2. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ആൻസർ ഉള്ള 1 കാർഡ് ഈസ് ഡ്രോൺ എന്നാ പറയുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മളോട് 1 കാർഡ് എന്നല്ല പറഞ്ഞത്, 3 കാർഡുകളായിരുന്നു, അതുകൊണ്ടാണ് കോമ്പിനേഷൻ എടുത്തത്. ഓക്കെ, ഇനി അടുത്ത കാർഡ്, ദ കാർഡ് ഡ്രോൺ ഈസ് ഫേസ് കാർഡ്. ഫേസ് കാർഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോ ഏതൊക്കെയാണ് ഫേസ് കാർഡ്സ്? ജാക്ക്, കിങ്, ക്യൂൻ, ജാക്ക്, കിങ്, ക്യൂൻ, ജാക്ക്, കിങ്, ക്യൂൻ. അഗെയിൻ ടോട്ടൽ എത്ര ഫേസ് കാർഡുകൾ ഉണ്ട്? 12. ഓക്കെ അല്ലേ? 12 ഫേസ് കാർഡുകളല്ലേ ഉള്ളത്. കാരണം ഓരോ സെറ്റിലും ജാക്കും കിങ്ങും ക്യൂനും ഉണ്ടല്ലോ. ഈ ജാക്ക്, കിങ്, ക്യൂൻ ഇതിനെ ജനറലി വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്സ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫേസ് കാർഡ്, പ്രോബബിലിറ്റി ഓഫ് ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫേസ്, സോറി, നമ്പർ ഓഫ് ഫേസ്, number of face divided by 52, total number of card, that is 12 divided by 52. Okay അല്ലേ? അടുത്ത, the card drawn is a black face. Yes, black face card. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ഫേസ് കാർഡ് നോക്കട്ടോ. ബ്ലാക്ക് ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലാക്ക് ഫേസ് ഡിവൈഡഡ് ബൈ 52, ടോട്ടൽ നമ്പർ ഓഫ് കാർഡ് 52. ഇനി നോക്കിക്കോ, ഈ തന്ന 4 സെറ്റില് 2 സെറ്റ്സ് റെഡ് ആണ്, 2 സെറ്റ്സ് ബ്ലാക്ക് ആണ്. അപ്പോ ഇത് മുഴുവൻ റെഡ് ആണ്, നമുക്ക് എടുക്കണ്ട, ഇതിൽ നിന്ന് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബ്ലാക്ക് ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 52. ഓക്കെ അല്ലേ? 6 ഡിവൈഡഡ് ബൈ 52 ആൻസർ ആണല്ലോ. ഓക്കെ, ദ ഡ്രോൺ കാർഡ് ഈസ് ബ്ലാക്ക് ഫേസ് കാർഡ്. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാർച്ച് 2018 വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ആൻ എക്സ്പെരിമെന്റ് വിച്ച് കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി അൺടിൽ എഡ്സ് കംസ് അപ്പ്. റൈറ്റ് ദ സാമ്പിൾ സ്പേസ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കോയിൻസ് ഇങ്ങനെ ടോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ടോസ് ചെയ്യാണ്. ആ സമയത്ത് ഹെഡ് കംസ് അപ്പ്, ഹെഡ് വരികയാണെങ്കിൽ വീണ്ടും വീണ്ടും ടോസ് ചെയ്യാണ്. ഹെഡ് കംസ് അപ്പ് എന്ന് പറഞ്ഞാൽ ഹെഡ് വരുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ടോസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സാമ്പിൾ സ്പേസ് ഉണ്ടാവുന്ന രീതി സാമ്പിൾ സ്പേസ് ആദ്യം ഹെഡ് കിട്ടി, വീണ്ടും ടോസ് ചെയ്തു, വീണ്ടും വീണ്ടും ഹെഡായി, പിന്നെ ടെയിൽ വന്നപ്പോൾ വീണ്ടും ടോസ് ചെയ്തു, കണ്ടോ, പിന്നെ ടെയിലായി, വീണ്ടും വീണ്ടും ഇങ്ങനെ എക്സെട്ര അങ്ങനെ ടോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഹെഡ് ഇങ്ങനെ കിട്ടുന്നൊക്കെ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. ഓക്കെ, ഇതാണ് എക്സെട്ര, റിപ്പീറ്റഡ്ലി എന്നല്ലേ പറഞ്ഞത്, വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, ടോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തത്, if A and B are two events of the sample space P of A, P of B and P of A intersection B തന്നിട്ടുണ്ട്, then find P of A complement and ഈ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നമുക്ക് തന്ന കാര്യം രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം കേട്ടോ. സെക്കൻഡ് പ്രോബ്ലത്തിന് പ്രോബബിലിറ്റി ഓഫ് എ നമുക്ക് ഗിവൺ 0.54, then probability of B equal to 0.69, then probability of A and B equal to 0.35. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ വാല്യൂ ആണ് ചോദിച്ചത്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഓക്കെ അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ പ്രശ്നമുണ്ട്, ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടില്ലല്ലോ, അപ്പൊ അതും കൂടി കണ്ടെത്തണം. അപ്പൊ ഇവിടെ നമുക്ക് അത് കിട്ടും, നോക്കിക്കോ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇവിടെ കിട്ടും. ദ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു probability of A plus probability of B minus probability of A intersection B, that is equal to probability of A 0.54 plus probability of B 0.69 minus probability of A and B 0.35. ഇവിടെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത്, നമ്മൾ ആൻസർ കിട്ടുമ്പോൾ ഫൈനൽ ആൻസർ 0.88, that is probability of A union B equal to 0.88. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് 1 മൈനസ് 0.88, ദാറ്റ് ബിക്കംസ് 0.12. ഓക്കെ അല്ലേ? 0.12 സിമ്പിൾ അല്ലേ? ഇനി അടുത്തതും കോമ്പിനേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 കാർഡ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ 3 ആർ ഡയമണ്ട്സ്.
എല്ലാ കാർഡുകളും ഡയമണ്ട് കാർഡുകളാണ്. രണ്ടാമത് അറ്റ്ലീസ്റ്റ് വൺ കാർഡ് ഈസ് നോൺ ഡയമണ്ട്. നോൺ ഡയമണ്ട് ആയിട്ടുള്ള ഒരു കാർഡെങ്കിലും ഉണ്ടായിരിക്കണം. അടുത്തത് അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 1 ആവാം 2 ആവാം 3 മുഴുവനാവാം, കുഴപ്പമൊന്നുമില്ല. അടുത്തത് വൺ കാർഡ് ഈസ് കിങ് ആൻഡ് 2 ആർ ജാക്ക്. ഒരു കാർഡ് കിങ്ങും ഒരു കാർഡ് ജാക്കും. 3 കാർഡ്സ് ആണ് ഡ്രോൺ ചെയ്യുന്നത്. 3 കാർഡ്സ് ഡ്രോൺ. എത്ര കാർഡ് ഡ്രോൺ ചെയ്യുന്നുണ്ട്? 3 കാർഡ്സ്. ടോട്ടൽ 52 കാർഡ്സ്. ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്. ഓൾ 3 ആർ ഡയമണ്ട്. എല്ലാ 3 കാർഡുകളും ഡയമണ്ട് ആണ്. ഞാൻ ആൻസർ ഡയറക്റ്റ് ചെയ്താണ്. എത്ര ഡയമണ്ട് കാർഡുകളുണ്ട്? 13 ഡയമണ്ട് കാർഡുകളുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 3 ഡയമണ്ട് ഈക്വൽ ടു ആകെ 13 ഡയമണ്ട് കാർഡുകൾ. അതിൽ നിന്ന് എത്ര എണ്ണം സെലക്ട് ചെയ്തു? 3 ഡിവൈഡഡ് ബൈ, അപ്പോൾ 52ൽ നിന്നും 3 സെലക്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ ആണോ നോക്കട്ടോ. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ആൻസർ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്, ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.12. ഇനി അടുത്തത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ കാർഡ് ഈസ് നോൺ ഡയമണ്ട്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ കാർഡ് ഈസ് നോൺ ഡയമണ്ട്. നോൺ ഡയമണ്ട് ആയിട്ടുള്ള ഒരു കാർഡെങ്കിലും നോൺ ഡയമണ്ട് ഉണ്ടാവണം. അപ്പോൾ ഒരു കാർഡാവാം, 2 കാർഡാവാം, 3 കാർഡും നോൺ ഡയമണ്ട് ആവാം. ഓക്കെ അല്ലേ? അറ്റ്ലീസ്റ്റ് വൺ കാർഡ് ഈസ് നോൺ ഡയമണ്ട്. നോക്കട്ടോ. പ്രോബബിലിറ്റി ഓഫ് ഡയമണ്ട് n ഓഫ് ഡയമണ്ട് ഈക്വൽ ടു 13. അങ്ങനെയാണെങ്കിൽ n ഓഫ് നോൺ ഡയമണ്ട് എത്ര ഉണ്ടാവുക? ഡയമണ്ട് അല്ലാത്ത കാർഡുകൾ. ദാറ്റ് ഈസ് ടോട്ടൽ 52 കാർഡ് മൈനസ് 13. ദാറ്റ് ഈസ് ഈക്വൽ ടു 42 മൈനസ് ദാറ്റ് ബിക്കംസ് 39. ഇനി പ്രോബബിലിറ്റി എഴുതുന്നത് ശ്രദ്ധിക്കുക. സെക്കൻഡ് പ്രോബ്ലം ബി ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നത് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ബി ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നത്. നന്നായി ശ്രദ്ധിക്കുക. ബി ക്വസ്റ്റ്യൻ that is probability of at least one non diamond. At least one non diamond. നോൺ ഡയമണ്ട് ആയിട്ടുള്ള ഒറ്റൊന്നെങ്കിലും ഉണ്ടായി. നോൺ ഡയമണ്ട് ആയ ഒന്ന്. അപ്പൊ ആ നോൺ ഡയമണ്ട് സെലക്ടഡ് ഫ്രം 39. നോൺ ഡയമണ്ട് കിട്ടണമെങ്കിൽ 39 നിന്നും സെലക്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ആകെ എത്ര കാർഡാണ് ഡ്രോൺ ചെയ്യുന്നത്? 3 കാർഡുകളാണ് ഡ്രോൺ ചെയ്യുന്നത്. ടോട്ടൽ എത്ര കാർഡുകളാണ് ഡ്രോൺ ചെയ്യുന്നത്? 3 കാർഡ്സ് ഡ്രോൺ. 3 കാർഡുകളാണ് ഡ്രോൺ ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കോ. ദാറ്റ് ഈസ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് വൺ കാർഡ് നോൺ ഡയമണ്ട് എന്നല്ലേ? അപ്പോൾ ഒരു കാർഡ് നോൺ ഡയമണ്ട് 39C1 ആൻഡ് അടുത്തത് 13C2 വരാം. അപ്പോൾ 52C3. ഓക്കെ അല്ലേ? 1 + 2 3. അല്ലെങ്കിൽ 39C2 ആവും. അറ്റ്ലീസ്റ്റ് വൺ കാർഡ് നോൺ ഡയമണ്ട് എന്നല്ല. അപ്പോൾ 2 കാർഡ് നോൺ ഡയമണ്ട് ആവും. നോ പ്രോബ്ലം. അടുത്തത് ഇൻറ്റു 13C1 ഡിവൈഡഡ് ബൈ 3 കാർഡ് കേട്ടോ 52C3 പ്ലസ് 39C3. 3 കാർഡും ഡയമണ്ട് ആയി. ഇൻറ്റു അപ്പോൾ ഇവിടുന്ന് ആരും എടുത്തില്ല, ഡയമണ്ടിൽ നിന്ന് ഒന്നും എടുത്തില്ല. അറ്റ്ലീസ്റ്റ് വൺ കാർഡ് നോൺ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഡയമണ്ട് ആവാം, നോൺ ഡയമണ്ട് ആവാം. ദാറ്റ് ഈസ് 52C3. ഇതിവിടെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 3 കണ്ടീഷൻ നമ്മൾ ആൻസർ ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ബിക്കംസ് 0.987. ആൻസർ ബിക്കംസ് 0.987 എന്നുള്ള ഒരു ആൻസറിലെത്തും. ഇനി അടുത്തത് വൺ കാർഡ് ഈസ് കിങ് ആൻഡ് 2 ആർ ജാക്ക്. വൺ കാർഡ് ഈസ് കിങ്. അപ്പോ പ്രോബബിലിറ്റി ഓഫ് 1 കിങ് ആൻഡ് 2 ജാക്ക് ഇങ്ങനെയല്ലേ? പ്രോബബിലിറ്റി ഓഫ് 1 കിങ് ആൻഡ് 2 ജാക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 52C3. 3 കാർഡ് ഡ്രോൺ ചെയ്തു. എത്ര കിങ് ആണ്? ആകെ 4 കിങ്സ് ഉണ്ട്, അതിൽ നിന്നും ഒരു കിങ് എടുത്തു. ആൻഡ് ആകെ 4 ജാക്ക് ഉണ്ട്, അതിൽ നിന്നും ഒരു ജാക്ക് എടുത്തു. 4C1 × 4C2. ഓക്കെ ആണല്ലോ? ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 6 ഡിവൈഡഡ് ബൈ 5525 ഇങ്ങനെ ഒരു ആൻസറിലെത്തും. 2 ജാക്ക് 1 കിങ് ആൻഡ് 2 ജാക്ക് എന്നുള്ള കണ്ടീഷനിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇംപ്രൂവ്മെന്റ് എക്സാം 2019 മാർച്ച് 2019 നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ എക്സാം ആണ്. മാർച്ച് 2019 ഒരു ക്വസ്റ്റ്യൻ. 7 കാർഡ്സ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. എത്ര കാർഡാണ് ഡ്രോൺ ചെയ്യുന്നത്? 7 കാർഡ്സ്. ഓക്കെ കേട്ടോ, 7 കാർഡ്സ് ഡ്രോൺ ചെയ്യുന്നുണ്ട്.
How many ways can this be done? അപ്പോൾ total cards equal to 52. How many ways can this be done എന്ന് പറഞ്ഞാൽ 52C7. ഓക്കെ അല്ലേ? ഫസ്റ്റ് ആൻസർ 52C7. ഇതിന്റെ വാല്യൂ കണ്ടെത്തുമല്ലോ. 52C7 വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അടുത്തത് ബി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സെലക്ഷൻ കണ്ടെയ്ൻ ഓൾ കിങ്സ്? ഈ സെലക്ഷനിൽ എല്ലാ കിങ്സും ഉണ്ടായിരിക്കണം. എല്ലാ കിങ്. അപ്പോൾ ടോട്ടൽ കിങ് ഈക്വൽ ടു 4. അതർ കാർഡ് കിങ് അല്ലാത്ത കാർഡുകൾ 52 - 4 ദാറ്റ് ഈസ് 48. ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഓൾ കിങ്. എല്ലാ കാർഡുകളും ഉണ്ടായിരിക്കണം. 7 കാർഡ് ഡ്രോൺ ചെയ്യണം, പക്ഷെ എല്ലാ കാർഡും ഉണ്ടായിരിക്കണം. അപ്പോൾ 7 കാർഡ് ഡ്രോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആകെ 4 കിങ്. അതിൽ നിന്ന് എല്ലാ കിങ്ങിനെ എടുക്കണം. 4C4 എടുക്കണം. ആൻഡ് ഇനി ബാക്കി 48 ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ബാക്കി 3 എടുക്കേണ്ടത്. എങ്ങനെയായാലും 7 കാർഡ് ഡ്രോൺ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും മുഴുവൻ കിങ് വരണമെങ്കിൽ 4C4 × 48C3. ഓക്കെ അല്ലേ? ഓൾ ഡിവൈഡഡ് ബൈ 52C7. ഓക്കെ ആണല്ലോ? കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അടുത്തത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി സെലക്ഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എ കിങ് കാർഡ്? കിങ് കാർഡ് കണ്ടെയ്ൻ ചെയ്യാത്തത്. കിങ് കാർഡ് കണ്ടെയ്ൻ ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ ആ 4ൽ ബാക്കി 48ൽ നിന്ന് എടുത്താൽ പോരെ. ഇവിടെ കിങ് 4 മാറ്റി വെച്ച് ബാക്കി ഉണ്ടാവുന്ന 48ൽ അതിൽ നിന്ന് 4 എടുത്താൽ പോരെ. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നോട്ട് കിങ്. അപ്പോൾ ദാറ്റ് ഈസ് 4C4. കിങ്ങിൽ നിന്ന് ഒന്നുപോലും എടുക്കുന്നില്ല. അടുത്തത് പിന്നെ 48C7 ഡിവൈഡഡ് ബൈ 52C7. ദാറ്റ് ഈസ് ഒരു ആൻസർ വരുമല്ലോ. അത് കാൽക്കുലേറ്റ് ചെയ്യുക. 4C0 × 48C7 ഓൾ ഡിവൈഡഡ് ബൈ 52C7. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കാർഡുകൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇംപ്രൂവ്മെന്റ് 2019 ഒരു ക്വസ്റ്റ്യൻ. എ ഡൈ ഈസ് റോൾ ലേ ബി ദ ഇവന്റ് ഷോ ഡൈ ഷോസ് 4. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ഡൈ റോൾ ചെയ്തു. അപ്പോൾ എ എന്ന് പറയുന്ന ഇവന്റ് ഡൈ ഷോ 4. ഡൈ ഷോസ് 4. അങ്ങനെയാണെങ്കിൽ ഒരു ഡൈ റോൾ, ഒറ്റ ഡൈ ആണ് റോൾ ചെയ്യുന്നത്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6. സാമ്പിൾ സ്പേസ് 1 2 3 4 5 6. ഓക്കെ അല്ലെ? ഇതില് ഡൈ 4 ഷോ ചെയ്യുന്നത് ഒറ്റ ഇവന്റ് മാത്രം. എന്താ എ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബി എന്ന് പറയുന്ന ഇവന്റ് ഡൈ ഷോസ് ഈവൺ നമ്പർ. ഡൈ ഈവൺ നമ്പർ ഷോൺ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 4 6 ആണ്. റെഡി അല്ലേ? ഇനി ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാ ചെക്ക് ചെയ്യേണ്ടി. മ്യൂച്വലി എക്സ്ക്ലൂസീവ് നോക്കിക്കോട്ടോ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ, അതായത് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആവുന്നുണ്ടോ നോക്കണം. അതാ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഫോർ ഇന്റർസെക്ഷൻ ഓഫ് 2 4 6. ഇതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് സെറ്റ് 4 നോട്ട് ഈക്വൽ ടു 5. നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇതെന്തല്ല? മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഓക്കെ അല്ലേ? അപ്പൊ അത് റെഡി ആയി. ഇനി അടുത്ത് എക്സോസ്റ്റീവ് ആണോന്ന്. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞതിന്റെ കണ്ടീഷൻ നമുക്കറിയാം. എക്സോസ്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ എ യൂണിയൻ ബി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടിയാൽ മതി. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ഫോർ യൂണിയൻ സെറ്റ് 2 4 6. ദാറ്റ് ബിക്കംസ് സെറ്റ് ഓഫ് 2 4 6. ഓക്കെ അല്ലേ? ദാറ്റ് ബിക്കംസ് സെറ്റ് ഓഫ് 2 4 6. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 സൺഡേസ് ഇൻ എ ലീപ്പ് ഇയർ. ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ഇനിയും ചോദിക്കാൻ ചാൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. +1 പ്രോബബിലിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പറയാം. ലീപ്പ് ഇയറിന്റെ ക്വസ്റ്റ്യൻ. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൂടുതലുള്ള വർഷം, അതിവർഷം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു 4 വർഷത്തെ കലണ്ടറൊക്കെ എടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു ഫെബ്രുവരിയിൽ ചിലപ്പോൾ 28 ഉള്ളത് 29 ഒക്കെ കാണാം അല്ലെ? ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിച്ചത്, ലീപ്പ് ഇയർ. അപ്പോൾ ഞാൻ അവിടെ എഴുതാണ് കേട്ടോ. സെക്കൻഡ് പ്രോബ്ലം, എ ലീപ്പ് ഇയർ കണ്ടെയ്ൻസ് 366 ഡേയ്സ്. ലീപ്പ് ഇയറിൽ 366 ഡേയ്സ് ഉണ്ടാവുമല്ലോ ലീപ്പ് ഇയറിൽ. അപ്പോൾ എത്ര വീക്കാണെന്ന്
അങ്ങനെ നോക്കാം. നമ്പർ ഓഫ് വീക്സ്, കാരണം എന്താ വെച്ചാൽ ലീപ്പ് ഇയറിൽ ഫ്രൈഡേ എത്ര ഫ്രൈഡേ ഉണ്ടാവും എന്നുള്ള പ്രോബിലിറ്റി, എത്ര ഫ്രൈഡേ ആണ് ലീപ്പ് ഇയറിൽ ഉണ്ടാവും എന്നുള്ള പ്രോബിലിറ്റി. ലീപ്പ് ഇയറിൽ കുറെ ഫ്രൈഡേ ഉണ്ടാവും, പക്ഷെ ഫ്രൈഡേ വരാനുള്ള പ്രോബിലിറ്റിയാണ്. എത്ര ഫ്രൈഡേ വരാനുള്ള പ്രോബിലിറ്റി? 53 ഫ്രൈഡേ വരാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഒരു വീക്കിൽ ഒരു ഫ്രൈഡേ അല്ല ഉണ്ടാവുക. അപ്പോൾ 366 ഡേയ്സിൽ എത്ര വീക്ക് ഉണ്ട് നമുക്ക് ആദ്യം നോക്കാം. പറ എങ്ങനെയാണ്? 366 ഡിവൈഡഡ് ബൈ 7. ഓക്കെ അല്ലേ? നമ്പർ ഓഫ് വീക്ക് 7. 36, 5 into 7 35, 18, 2 into 7 14. ഓക്കെ, സോറി 360 18 അല്ല 16 അല്ലേ? ദാറ്റ് ഈസ് 16. 2 into 7 ദാറ്റ് ഈസ് 14. ദാറ്റ് ബിക്കംസ് 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് വീക്സ് എന്ന് പറഞ്ഞാൽ 52 വീക്ക് പ്ലസ് 2 ഡേയ്സ്. ഇങ്ങനെയാണ് ഈ 366 വരുന്നത്. ഈ 52 വീക്കിൽ എത്ര ഫ്രൈഡേ ഉണ്ടാവും? 52 ഫ്രൈഡേ ഉണ്ട്. ഇനി ഈ വരുന്ന 2 ഡേ ഇല്ലേ, ഇതിൽ ഫ്രൈഡേ ഉണ്ടാവും നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ആ 2 ഡേയ്സിന്റെ സാമ്പിൾ സ്പേസ് എങ്ങനെ നോക്കാം? ആ 2 ഡേയ്സിന്റെ സാമ്പിൾ സ്പേസ് അതാ, ആ 2 ഡേയ്സ് എങ്ങനെയൊക്കെ നമുക്ക് വരാം? ഓർഡേർഡ് പെയർ സൺഡേ മൺഡേ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ വരാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ വരാം, ട്യൂസ്ഡേ വെനസ്ഡേ വരാം, അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ വരാം, അല്ലെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ വരാം, അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ. ഇങ്ങനെയൊക്കെ വരാലോ. ഈ ബാക്കിയുള്ള 2 ദിവസം ഇങ്ങനെയൊക്കെ വരാലോ. ഈ ബാക്കിയുള്ള 2 ദിവസത്തിൽ ഫ്രൈഡേ വരാനുള്ള പോസിബിലിറ്റി ഇതാ. ഇവിടെ ഒരു ഫ്രൈഡേ ഉണ്ട്, ഇവിടെ ഒരു ഫ്രൈഡേ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഫ്രൈഡേ പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഓഫ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം 1 2 3 4 5 6 1 2 3 4 5 6. സൺഡേ മൺഡേ സാറ്റർഡേ ആൻഡ് സൺഡേ, ലാസ്റ്റ് ഒരു സാറ്റർഡേ ആൻഡ് സൺഡേയും കൂടി ഉണ്ട് കേട്ടോ. സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പോൾ 1 2 3 4 5 6 7. അപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യങ്ങൾക്ക് ചിലപ്പം ചോദിക്കും, ഒരു ലീപ്പ് ഇയറിൽ ഏത് ദിവസം വരാനുള്ള പ്രോബബിലിറ്റിയും 2/7 ആണ്. ലീപ്പ് ഇയറിൽ ഏത് വർഷം ഏത് ലീപ്പ് ഇയറിലും ഏതൊരു ദിവസം വരാനുള്ള പ്രോബബിലിറ്റിയും 2/7 തന്നെയാണ്. അത് ബൈഹാർട്ട് ആക്കി വെച്ചു. പ്രോബ്ലം ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് 52 കാർഡ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ റെഡ് കാർഡ് ഓർ എ കിങ് കാർഡ് എന്ന്. ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടത് പ്രോബബിലിറ്റി ഓഫ് റെഡ് ഓർ കിങ്. അതായത് പ്രോബബിലിറ്റി ഓഫ് റെഡ് എന്നുള്ളതിനെ ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്തു, ആർ. ഇതിനെ കെ എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് റെഡ് ഓർ കിങ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ആർ യൂണിയൻ പ്രോബബിലിറ്റി ഓഫ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് റെഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് കിങ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് റെഡ് ആൻഡ് കിങ്. റെഡ് ആൻഡ് കിങ് എന്ന് പറഞ്ഞാൽ റെഡ് കിങ് ആണ് കേട്ടോ. റെഡ് കിങ്ങിന്റെ ഇപ്പൊ നമ്മൾ കുറെ പ്രോബബിലിറ്റിയില് പ്ലേയിങ് കാർഡ് ഡിസ്കസ് ചെയ്ത് ഇനി ഡയറക്റ്റ് ഒന്ന് പറയണേ. പ്രോബബിലിറ്റി ഓഫ് റെഡ് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 26/52 പ്ലസ് കിങ് വരാനുള്ള പ്രോബബിലിറ്റി 4 ആകെ 4 കിങ്സ് അല്ലേ ഉള്ളത്. അപ്പൊ 4/52. ഇനി എത്ര റെഡ് കിങ് ഉണ്ട്? 4 കിങ്ങുകളിൽ 2 കിങ് റെഡ് അല്ലേ, ബാക്കി 2 കിങ് ബ്ലാക്ക് ഉണ്ടാവും. അപ്പൊ മൈനസ് റെഡ് കിങ് ഒരാൾ 2/52. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ 26 30 ദാറ്റ് ഈസ് 28 ഡിവൈഡഡ് ബൈ 52. ഓക്കെ അല്ലേ? ഈസി ആയ ക്വസ്റ്റ്യൻ, പക്ഷെ എന്താ അതൊരു ടെസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കേണ്ട കൺസെപ്റ്റ് ആണ്. ഒരു ചെറിയ ടെസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഇ ആൻഡ് എഫ് ആർ ടു ഇവന്റ് സച്ച് ദാറ്റ് പി ഓഫ് ഇ പി ഓഫ് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞ പി ഓഫ് ഇ ഓർ എഫ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇപ്പൊ നിങ്ങൾ എഴുതിയ എക്സാം ആണ്. പ്രോബബിലിറ്റി ഓഫ് ഇ ഓഫ് probability of f of probability of e and f equal to 1/8. ഓക്കെ ആണല്ലോ. ഇനി പ്രോബബിലിറ്റി ഓഫ് ഇ ഓർ എഫ് ആണ് പറഞ്ഞത്. ഇ ഓർ എഫ് ഡയറക്റ്റ് പ്രോബ്ലം ആണ്. പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് 1/2 മൈനസ് 1/8. 1/2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 2/2 മൈനസ് 1/8. ഇങ്ങനല്ലേ? 1/2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 2/2 1 മൈനസ് 1/8.
that is equal to 1 minus 1 by 8, that becomes 7 by 8. Probability of E union F equal to 7 by 8. E union F equal to 7 by 8. Okay, simple question അല്ലേ. അടുത്ത not E not F. അടുത്തത് probability of not E and not F. Probability of not E and not F അല്ലേ. Yes, probability of not E and not F എന്ന് പറഞ്ഞാൽ probability of E complement intersection F complement, that is equal to probability of E union F whole complement, that is equal to 1 minus probability of E union F, that is equal to 1 minus probability of E union F എന്ന് പറഞ്ഞാൽ 7 by 8, that becomes 1 by 8. ഓക്കെ അല്ലേ. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ നോട്ട് എഫ് എന്നുള്ള കോൺസെപ്റ്റ്. അത് ആർക്ക് ഈക്വലായി? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫിന് ഈക്വലായി മാറി. ഓക്കെ, അടുത്തത് എ കമ്മിറ്റി ഓഫ് 2 പേഴ്സൺ ഈസ് സെലക്ടഡ് ഫ്രം. ഇത് നമ്മളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ടെക്സ്റ്റ് ബുക്കിലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അതിപ്പോൾ ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റിയിലാണ്. നോക്കട്ടാ. എ കമ്മിറ്റി ഓഫ് 2 പേഴ്സൺ ഈസ് സെലക്ടഡ്. കമ്മിറ്റിയിൽ നിന്ന് എത്ര പേഴ്സണെ സെലക്ട് ചെയ്യുന്നത്? 2 പേഴ്സൺസിനെ സെലക്ട് ചെയ്യാണ് ഫ്രം 2 men. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് മെൻ ഈക്വൽ ടു n ഓഫ് m ഈക്വൽ ടു 2. ആകെ 2 men. അടുത്തത് നമ്പർ ഓഫ് വുമൺ ഈക്വൽ ടു n ഓഫ് w ഈക്വൽ ടു 2. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ കമ്മിറ്റി വിൽ ഹാവ്? കമ്മിറ്റിയിൽ 1 man എങ്കിലും വേണം. പ്രോബബിലിറ്റി ഓഫ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ്? അപ്പോൾ നോക്കട്ടോ, ടോട്ടൽ പീപ്പിൾസ്, ടോട്ടൽ പേഴ്സൺസ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ടോട്ടൽ പേഴ്സൺ ഈക്വൽ ടു 4. ഓക്കെ അല്ലേ. ടോട്ടൽ പേഴ്സൺ 4. 1 man പ്രോബബിലിറ്റി. കമ്മിറ്റിയിൽ നിന്നും 2 പേരാണ് കമ്മിറ്റിയിൽ ആകെ ഉള്ളത്, അതിൽ 1 men എങ്കിലും വേണം. 1 men. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 man ഈക്വൽ ടു എങ്ങനെ ഉണ്ടാവുക? ആകെ 2 men, അതിൽ നിന്നും 1 men ആൻഡ് 2 women, അതിൽ നിന്നും 1 woman. അപ്പോഴല്ലേ 2 ആളായത്. 1 + 1 കമ്മിറ്റി റെഡിയായി. ദാറ്റ് ഈസ് 4C2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് 2 men. പ്രോബബിലിറ്റി ഓഫ് 2 men. 2 men അപ്പൊ എങ്ങനെ ഉണ്ടാവുക? 2 men ഉണ്ടെങ്കിൽ 2. ആകെ എത്ര men ഉണ്ട്? 2. അതിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്തു. വുമനെ സെലക്ട് ചെയ്തിട്ട് അപ്പൊ 2C0 ഡിവൈഡഡ് ബൈ 4C2. സോറി 4C2. ഓക്കെ അല്ലേ. 4 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തു. ഇതാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും വിത്ത് കണക്റ്റഡ് ടു പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ അറേഞ്ച്മെന്റ് എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് കോമ്പിനേഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ അല്ലേ. ഇത്രയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 16 നമ്മളുടെ പ്രീവിയസ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് എന്തെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ചാപ്റ്ററുകൾ കഴിഞ്ഞു. 16 ചാപ്റ്റേഴ്സാണ് നമ്മൾ കണ്ടന്റ് കൺസിഡർ ചെയ്തിരുന്നത്. അത് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. അതോടൊപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലായി ചോദ്യങ്ങളിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ചോദിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.